السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ശരിയായ വിശ്വാസം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ശരിയായ വിശ്വാസമാണ് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിയായ വിശ്വാസത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നറിയിക്കുന്ന ഒരു വസ്തുത, അതായത് നമ്മുടെ ഖബർ ജീവിതം, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നേരിടാനുള്ള ഖബർ ജീവിതം, ആ ഖബർ ജീവിതത്തിൽ നമ്മളോട് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിനുശേഷം നമുക്ക് ഈ വിശ്വാസ കാര്യങ്ങളിൽ ഓരോരോ വിഷയങ്ങളായി, മസാലകളായി നമുക്ക് പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംസാരത്തിലൂടെ ഏറ്റവും ശരിയായ വിശ്വാസം അത് കൈക്കൊള്ളുവാനും നമ്മുടെ ഖുർആൻ പഠനം അത് ഏറ്റവും ഉപകരിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ആക്കി തീർക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഒരു സംസാരത്തെ സബബാക്കി തീർക്കുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ആദ്യം നമുക്ക് പഠിക്കാൻ നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചാണ്. അള്ളാഹു സുബ്ഹാൻ നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളായി നമ്മൾക്ക് നൽകിയ, നമ്മളെ ഉടമപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരടിമ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അവന്റെ റബ്ബിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല. അത് മനുഷ്യനാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും പക്ഷികൾ, മത്സ്യങ്ങൾ, എന്തൊരു കാര്യം അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നു മാത്രമല്ല, അതിനെല്ലാത്തിനെയും ഉടമപ്പെടുത്തി അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആല. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശരീരമുണ്ട്. ഈ ശരീരം, ഇതിൽ നമ്മുടെ കണ്ണുകൾ, ചെവി, നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും ശരിക്കും ആത്യന്തികമായി നമ്മുടേതല്ല. ഇതിന്റെ എല്ലാത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുൽ ഇസ്ലാമിൽ കൊലപാതകം എന്നുള്ളത്, അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ളത് വളരെ ഗുരുതരമായ തിന്മയെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ, പല ആളുകളും ചിന്തിക്കാറ്, എന്റെ ശരീരമല്ലേ, എന്റെ ജീവനല്ലേ, ഞാൻ മറ്റാർക്കെങ്കിലും ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്റെ ശരീരത്തിൽ എന്റെ ജീവൻ ഞാൻ നഷ്ടപ്പെടുത്തുന്നു, മറ്റൊരാൾക്ക് അതുകൊണ്ട് ഞാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ ദീനുൽ ഇസ്ലാമിൽ ആത്മഹത്യ എന്നുള്ളത് വളരെ ഗൗരവമുള്ള തിന്മയാണ്. ഹദീസുകളിൽ കാണാം, എങ്ങനെയാണോ ഒരാൾ ആത്മഹത്യ ചെയ്തത്, കത്തി കൊണ്ട് സ്വന്തം കുത്തി മുറിവേൽപ്പിച്ചിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നരകത്തിൽ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നോ മറ്റുള്ള മലമുകളിൽ നിന്നോ താഴോട്ട് ചാടി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നരകത്തിൽ അതേപോലെ അയാൾ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കൊണ്ടേയിരിക്കും. വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മരിച്ചതെങ്കിൽ അതേപോലെ നരകത്തിൽ അങ്ങനെ മുങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരമാണ്
എന്ന് നമ്മൾ പറയുന്നത് അത് ആപേക്ഷികമായിട്ട് പറയുന്നതാണ്. ഒരിക്കലും ആത്യന്തികമായി ഇതൊന്നും നമ്മുടേതല്ല, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു നമ്മളും ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആരെങ്കിലും നേരത്തെ കണക്ക് കൂട്ടി എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ, ഇന്ന ഉപ്പയുടെയും ഇന്ന ഉമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു സമയത്ത് ഇന്നൊരു തറവാട്ടിൽ എനിക്ക് ജനിക്കണം, ഇത്ര ഹൈറ്റ് വേണം, ഈ രൂപം വേണം, കണ്ണെങ്ങനെയായിരിക്കണം, ഇതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടല്ല നമ്മൾ ജനിച്ചു വീണത്. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ എല്ലാം ഉടമസ്ഥൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആകാശഭൂമികളിൽ എന്തൊരു കാര്യമുണ്ടോ അതിന്റെ എല്ലാത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാത്തിന്റെയും സൃഷ്ടാവും അവൻ തന്നെയാണ്, എല്ലാത്തിന്റെയും ഉടമസ്ഥനും അവൻ തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങൾ അത് മുഴുവൻ നൽകി അവരെ കൃത്യമായി നിയന്ത്രിച്ച് അവരെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മാനേജ്മെന്റ്, ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോ, ഇതൊക്കെ വലിയൊരു സ്ഥാപനം മാനേജ് ചെയ്യുന്നതിന്റെ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടും അതിന്റെ പ്രയാസമൊക്കെ അത് അനുഭവിച്ചവർക്കറിയാം. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്ര ആളുകൾ ജനിക്കുന്നുണ്ട്, എത്ര പേർ മരിക്കുന്നുണ്ട്, എത്ര പേർ രോഗികളാവുന്നുണ്ട്, എത്ര പേർ അസുഖം മാറുന്നുണ്ട്, എത്ര സ്ഥലത്ത് കാറ്റ് വീശുന്നുണ്ട്, എത്ര സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്, എത്ര സ്ഥലത്ത് ചെടികൾ മുളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരാത്തത്രയും പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കാര്യങ്ങളും അവന്റെ അറിവില്ലാതെ ഒരില പോലും ഒരു സ്ഥലത്തും വീഴുന്നില്ല. അവന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. രാത്രി പകലാകുന്നില്ല, പകല് രാത്രിയാകുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഒന്നും, ഒരു കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ റബ്ബിനെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ ഓരോരോ പ്രത്യേകതകൾ, ക്വാളിറ്റികൾ, നല്ല നല്ല വിശേഷണങ്ങൾ, അത് അറിയിക്കുന്ന പേരുകൾ അള്ളാഹുവിന് 100-ൽ പരമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ, 100-ൽ നിന്ന് ഒന്ന് കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ഇത് മുഴുവൻ ആ 99 പഠിക്കേണ്ടതുപോലെ പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുപോലെ പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പഠിക്കാൻ ധാരാളമുണ്ട്. ഖുർആനിൽ എമ്പാടും ആയത്തുകളിൽ, ഒരുപാട് ഹദീസുകളിലൊക്കെയും അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ധാരാളം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായി ഉറപ്പ് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത്, എല്ലാത്തിന്റെയും ഖാലിഖ്, സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മറ്റൊന്നും മറ്റൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ മക്കളെ സൃഷ്ടിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ കൃഷിക്കാരൻ ചെടിയെ മുളപ്പിച്ചിട്ടില്ലേ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അതൊന്നും സൃഷ്ടിപ്പല്ല. അതൊന്നും ഒരിക്കലും സൃഷ്ടിപ്പല്ല. അത് സൃഷ്ടിപ്പായിരുന്നെങ്കിൽ, ചിന്തിക്കണം, അത് സൃഷ്ടിപ്പായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോഴെല്ലാം വിളവ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? അല്ലെ? എത്ര സമയത്താണ്, എത്ര കൃഷികളിലാണ്, എത്ര കർഷകർക്കാണ് അവരുടെ കൃഷികൾ അത് കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നല്ല വിത്തുകൾ തെരഞ്ഞെടുത്തിട്ടും അതിന്റെ കളകൾ പറിച്ചു കളഞ്ഞിട്ടും കൃത്യമായി വളമിട്ട് കൊടുത്തിട്ടും അങ്ങനെ എല്ലാം ചെയ്തിട്ടും വിളവ് ലഭിക്കാത്ത എത്ര കൃഷികളുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരല്ല ചെടിയെ മുളപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, ഒരു മാതാപിതാക്കളല്ല മക്കള് സൃഷ്ടിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ലാതെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളെ ലഭിക്കാത്ത ദമ്പതികൾ ധാരാളമുണ്ട്. അപ്പൊ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രത്യേകത. അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്.
ഖുർആനിൽ പറ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിന്റെയും ഖാലിഖാണ്. അതേപോലെ തന്നെ എല്ലാത്തിന്റെയും ഉടമസ്ഥനും അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാം അവന്റെ ഉടമസ്ഥതയാണ്. നമ്മളൊക്കെ അവന്റെ അടിമല്ലേ. നമ്മളൊരു മുസീബത്തുകൾ വന്നു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്ന് വെച്ചാൽ അവൻ ഞങ്ങളുടെ ഉടമയാണ്. അവൻ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവന്റെ ഉടമസ്ഥതയിലുള്ളതിൽ അവൻ ഉദ്ദേശിക്കുന്ന പോലെ പെരുമാറും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ വെറുക്കാൻ പാടില്ല. നമ്മളത് അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഉടമയുടെ അടിമകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യത. അതാണ് ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് മുസീബത്തുകൾ ബാധിക്കുമ്പോൾ ഇന്നാലില്ല എന്ന് ആദ്യം പറയും. ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. അവൻ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ അവൻ മരിപ്പിക്കും, ചിലപ്പോൾ ഞങ്ങൾക്ക് രോഗം വരുത്തും, ചിലപ്പോൾ ഞങ്ങൾക്ക് ദാരിദ്ര്യം വരുത്തും, ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുടെ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മുൻ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു നിശ്ചയിക്കും. പക്ഷേ ഒരിക്കലും ഞങ്ങൾ റബ്ബിനെ പറ്റി മോശം വിചാരിക്കൂല. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരിക്കലും ഞാൻ ചിന്തിക്കൂല. ഞാൻ ഇത്രയൊക്കെ ഇബാദത്ത് ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ കണക്കാക്കൂല. എന്തെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചതാണ്. അത് അവൻ നിശ്ചയിക്കാനുള്ള അധികാരവും അവനുണ്ട്. കാരണം ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ ഉടമയാണ്. അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് വേണം, അല്ലെ? നമ്മൾ മനസ്സിന് ആഗ്രഹിക്കുന്ന എത്രയോ കാര്യങ്ങൾ ദീനിൽ ഹറാമാണ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എത്ര കാര്യങ്ങളാണ് ഹറാമാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മനസ്സിന് പ്രയാസമുള്ള പല കാര്യങ്ങളും റബ്ബ് നിർബന്ധം, കമ്പൽസറി, ഫറലായി, വാജിബായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും റബ്ബിനെ ചോദ്യം ചെയ്യാൻ പറ്റും, ഇതെന്ത് ഹറാമ്, ഇതെന്തിനാ വാജിബാക്കിയത്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അടിമകളാണ്, അവൻ ഉടമസ്ഥന. അവൻ തീരുമാനിക്കും, നമ്മൾ പ്രവർത്തിക്കും. അവൻ കൽപ്പിക്കും, നമ്മൾ അനുസരിക്കും. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണ്ടതുണ്ട്. മൂന്നാമത്തെ നമ്മൾ റബ്ബിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തൊരു കാര്യവും നമ്മൾ ജനിച്ചത് റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. നമ്മൾ മരിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമായിരിക്കും. നമുക്കൊരു ഹൈറ് കിട്ടുന്നത് റബ്ബ് കണക്കാക്കുമ്പോൾ മാത്രമാണ്. നമ്മൾക്കൊരു ഷർറ് നീങ്ങുന്നതും റബ്ബ് കണക്കാക്കുമ്പോഴല്ലാതെ ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിക്ക് ചെറിയ കുട്ടിയായിരിക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, വഅലം, മോനെ നീ അറിയണം, ലൗ അന്നൽ ഉമ്മത ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ ഉമ്മത്ത്, ഈ ദുനിയാവിലെ മൊത്തം ആളുകളും നിനക്കൊരു ഹൈർ എത്തിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നിനക്കൊരു ഹൈർ എത്തിച്ചു തരാൻ. അങ്ങനെ അവർ ഒരുമിച്ച് ചേർന്നാൽ പോലും അള്ളാഹു നിനക്ക് കണക്കാക്കിയതല്ലാത്തൊരു ഹൈറും അവർക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നേരെ തിരിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള സകല വ്യക്തികളും സകല മനുഷ്യന്മാരും സൃഷ്ടികളും നമുക്ക് എതിരെ തിരിയാൻ, എഗെയിൻസ്റ്റ് ആവാണ്. നമുക്കൊരു ഷർറ് എത്തിക്കാൻ വേണ്ടി, നമ്മളെ കൊലപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സകല സൃഷ്ടികളും ഒരുമിച്ച് ചേർന്നാൽ പോലും അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയതിന് അപ്പുറത്തേക്ക് ഒരു തരി കൂടുതൽ ഷർറ് സൃഷ്ടികൾക്ക് ആർക്കും എത്തിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ റബ്ബിനെ പറ്റി പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. കാരണം റബ്ബിനെ പറ്റി സംസാരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം വിശാലമായൊരു അറിവാണ്. അത് ധാരാളം വിശദമായി സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് നമുക്ക് ആ വിഷയത്തിന്റെ ഒരു എന്താ പറയാ ആകത്തുക പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുന്നു എന്ന് മാത്രം. ഒരു കാര്യം കൂടെ ഈ വിഷയത്തിൽ പറയാനുള്ളത്, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും യോഗ്യത ഉള്ളത്, അത് നൽകപ്പെടാൻ അർഹതയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, റബ്ബിനെ പറ്റി നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ
ഒരു പ്രയാസം, മുസീബത്ത് സംഭവിക്കാം. ആ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സബബും ഇല്ല, ഒരു വഴിയില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി, പല ടെസ്റ്റുകളും നടത്തി, പല ഡോക്ടർമാരെയും കണ്ടു, പല ചികിത്സകളും ചെയ്തു, ഒരു തരത്തിലും മക്കളെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മക്കളെ കിട്ടാൻ അവൻ റബ്ബിനോടല്ലാതെ, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും ചോദിക്കാൻ പാടില്ല. ദുരിതങ്ങൾ വരുമ്പോൾ, രോഗം വന്നിട്ട് കുറെ ചികിത്സിച്ചു, കുറെ ഡോക്ടർമാരെ കണ്ടു, കുറെ ടെസ്റ്റുകൾ നടത്തി, രോഗം മാറുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ രോഗം മാറ്റാൻ റബ്ബിനോടല്ലാതെ തേടരുത്, ചോദിക്കരുത്. ഇങ്ങനെ ഓരോ ഇബാദത്തിന്റെ ഏത് ഇനങ്ങളാണെങ്കിലും അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റാർക്കും അതിന് അർഹതയില്ല. ശ്രദ്ധിക്കണം. ഇപ്പൊ ഏറ്റവും ഉത്തമനായ സൃഷ്ടികളിൽ ഏറ്റവും ഒന്നാമനായി വരുന്നവനാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനോട് പോലും നമ്മൾക്ക് പ്രാർത്ഥിക്കാവതല്ല. കാരണം എന്താ? ആ റസൂലല്ല നമ്മളെ സൃഷ്ടിച്ചത്. റസൂലിന് റസൂലിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. നമ്മുടെ സൃഷ്ടികളിൽ ആ റസൂലിനെക്കാളും ഇഷ്ടപ്പെടുന്ന മറ്റാരുമില്ല. മാതാപിതാക്കളെക്കാളും കൂട്ടുകാരെക്കാളും എല്ലാത്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ നമ്മൾ സൃഷ്ടിച്ചത് ആ റസൂലല്ല. നമ്മൾക്ക് ഉപജീവനം നൽകുന്നത് ആ റസൂലല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ റസൂലല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റസൂലിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ മലക്കുകൾ, നല്ല സ്വാലിഹ്യങ്ങളായിട്ടുള്ള വ്യക്തികൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ, ഇങ്ങനെ ആരോടുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരൊന്നും അതിന് അർഹതപ്പെട്ടവരല്ല. അല്ലാഹു ഖുർആൻ ലഹു ദഅവത്തുൽ ഹഖ്, ഏറ്റവും അർഹതപ്പെട്ട പ്രാർത്ഥന അത് അവന് മാത്രമുള്ളത്, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കാവൂ. ബാക്കി ആരോട് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മൾ ശ്രദ്ധിക്കണം, അവർ അതിന് അർഹതപ്പെട്ടവരല്ല. ആരും അർഹതപ്പെട്ടവരല്ല. ഒരാൾക്കും അതിന് അർഹതയില്ല. ഒരാൾക്കും, ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല. ഈ ഒരു വിഷയം നമ്മൾ റബ്ബിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ ചുരുക്കുകയാണ്, കാരണം അത് വലിയൊരു വിഷയമായതുകൊണ്ട് കുറേ പറയാൻ കഴിയില്ല. നമുക്ക് പിന്നീട് ഇൻഷാ അള്ളാ നമ്മുടെ തഫ്സീർ ക്ലാസ്സുകളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ധാരാളം ആയത്തുകളിൽ വരുന്നുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ വിശദീകരിക്കാം ഇൻഷാ അള്ളാ. പിന്നെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്തൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഏർ, ഒരു പ്രശ്നമാണെന്ത്? ചില ആളുകൾ അള്ളാഹു ഉണ്ട് എന്നത് പോലും അംഗീകരിക്കാത്ത ആളുകൾ. പക്ഷെ എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് എന്നത് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിക്ക് പ്രശ്നങ്ങൾ സംഭവിച്ച, വക്രത സംഭവിച്ച, അതിനൊരുപാട് കേടുപാടുകൾ സംഭവിച്ച, ഫിത്രത്ത് മാറിപ്പോയിട്ടുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത്, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കും, മനുഷ്യ ചരിത്രത്തിൽ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടല്ലാതെ അള്ളാഹുവിനെ ആരും നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുശ്രിക്കുകൾ പോലും, പച്ചയായി ഷിർക്ക് ചെയ്തിരുന്ന ആളുകൾ പോലും അള്ളാഹു ഉണ്ട്, ഞങ്ങളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിച്ചിരുന്നു. വളരെ റയറായിട്ടുള്ള ആളുകളല്ലാതെ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത്രയും ബുദ്ധിയില്ലായ്മയുള്ള, അത്രയും വിവരമില്ലായ്മ അത് പിടികൂടിയിട്ടുള്ള ആളുകൾക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിഷമകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലത്ത് അത്തരം ആളുകൾ വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായി കാണാം, ഖിയാമത്ത് നാൾ ആകാറാകുമ്പോൾ മനുഷ്യരുടെ ഇന്റലിജൻസ് കുറയും, ബുദ്ധി കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ ബുദ്ധിയില്ലായ്മ കൂടിക്കൂടി വരുന്നത് കൊണ്ട്, സാമാന്യമായിട്ടുള്ള കോമൺ സെൻസ് എന്നൊക്കെ പറയുന്നത്, ലോജിക് എന്ന് പറയുന്നത്, അത് ഇല്ലാതാകുന്നത് കൊണ്ട്, അതിന്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇന്നത്തെ കാലത്ത് അത്തരം ആളുകൾ വളരെയധികം വ്യാപകമായിട്ടുണ്ട്. അള്ളാഹു ഇല്ല, ഒരു സൃഷ്ടിച്ച സൃഷ്ടാവില്ല, അതൊക്കെ തനിയെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്, ഘട്ടം ഘട്ടമായി മാറി മാറി വന്നതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ധാരാളം. നാം ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, നമ്മളെല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് എന്നറിയിക്കുന്ന തെളിവുകൾ
ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ മുൻപിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം, ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു പോലെ ഇന്നത്തെ വേൾഡ് കപ്പിന്റെ ഒക്കെ സമയമാണ്. എല്ലാ ആളുകളും എല്ലാം ഒഴിവാക്കി അതിന്റെ പിന്നിൽ ഇരിക്കുന്ന ആളുകളാണ്. ഈ ആളുകളോട് ചോദിച്ചു നോക്കുക, ഒരു ഫുട്ബോള്, ഈ ഫുട്ബോള് വെറുതെ ഇങ്ങനെ എന്താ പറയാ, ഈ റബ്ബറിന്റെ മരത്തിൽ നിന്ന് പാലിങ്ങനെ ഒഴുകി വന്ന് അതെങ്ങനെയോ ചില സ്ഥലത്ത് പാലുകൾ തമ്മിൽ കൂടിച്ചേർന്ന് അത് വെയിൽ തട്ടി തനിയെ ഉണങ്ങി അതിങ്ങനെ എങ്ങനെയൊക്കെയോ ചേർന്ന് കഷ്ണങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒട്ടിച്ചേർന്ന് തനിയെ അത് എന്ത് ചെയ്തതാണ്, ഒരു ഫുട്ബോളായി തീർന്ന, ഒരു പന്തായി തീർന്നതാണ് എന്ന് നമ്മൾ അവരോടൊന്ന് പറഞ്ഞു നോക്കിയേ. അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്നും വേണ്ട, ഒരു ചെറിയൊരു മുട്ട് സൂചി, ഒരു പിന്ന്, സേഫ്റ്റി പിന്ന്, അതുപോലും തനിയെ ഉണ്ടായതാണ് എന്ന് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ആളുകൾ പറയാണ് ഈ ആകാശങ്ങൾ, ഈ ഭൂമിയും ഈ പർവ്വതങ്ങളും സസ്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇതൊക്കെ തനിയെ ഉണ്ടായതാണെന്ന് ആ ആളുകൾ പറയുകയും ചെയ്യും. എത്ര വലിയ വിരോധാഭാസമാണത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണത്, അല്ലെ? ഒരു സംഭവം നമ്മുടെ സലഫുകളുടെ കാലഘട്ടം, മുൻഗാമികളുടെ കാലഘട്ടം നടന്നൊരു ചരിത്രമുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അബൂ ഹനീഫ റഹിമുല്ല, 4 മദ്ഹബുകളുടെ ഇമാമുമാരിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ചില ആളുകൾ രംഗത്ത് വന്നു. ഒരു സൃഷ്ടാവില്ല, ഇതൊക്കെ തനിയെ ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് വാദിക്കുന്ന ചില ആളുകൾ രംഗത്ത് വരികയും അവർ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും ഒരു സൃഷ്ടാവുണ്ടെന്ന് തെളിയിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തർക്കിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പരസ്യമായി വെല്ലുവിളിക്കാം. ഒരാൾക്കും അങ്ങനെ സാധിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, ഞങ്ങൾ അവരോട് തർക്കിക്കാം എന്ന് പറഞ്ഞ് അവരും കടന്നു വന്ന പരസ്യമായി വെല്ലുവിളിച്ചപ്പോ അബൂ ഹനീഫ റഹിമഹുല്ല അത് ഏറ്റെടുത്തു. ഞാൻ നിങ്ങളോടുണ്ട്, നിങ്ങളോട് സംവദിക്കാൻ, ഈ വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെടാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സമയവും ഒരു തീയതിയൊക്കെ പറഞ്ഞു. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം, ചർച്ചയിൽ ഏർപ്പെടാം. അവരത് സമ്മതിച്ച് പിരിഞ്ഞുപോയി. അങ്ങനെ ആ നിശ്ചയിച്ച സമയവും സ്ഥലവും അവരെത്തി. ആ സമയമായപ്പോ അവർ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അബൂ ഹനീഫ റഹിമുല്ലയെ അവിടെ കാണുന്നില്ല, അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇവര് കുറേ നേരം കാത്തു നിന്നിട്ടും പറഞ്ഞ സമയത്തിൽ എത്രയോ സമയം അധികരിച്ചു. പിന്നെയും കഴിഞ്ഞിട്ടാണ് അബൂ ഹനീഫ റഹിമുല്ല അവിടേക്ക് കടന്നു വന്നത്. അപ്പോ ഇവര് അദ്ദേഹത്തെ കുറെ ശകാരിച്ചു, കുറെ ചീത്ത പറഞ്ഞു, കുറെ കുറ്റം പറഞ്ഞു. താങ്കൾ പറഞ്ഞ വാക്കിന് വിലയില്ല, സമയം പറഞ്ഞാൽ പാലിക്കുന്നില്ല, ഇതാണ് നിങ്ങളുടെ മര്യാദ എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം വൈകി വന്നതല്ല, ഞാൻ വൈകി വരുന്നതിന് എനിക്കൊരു കാരണം, ഒരു ഉദറുണ്ട്, ഒരു റീസൺ ഉണ്ട്. അവർ ചോദിച്ചു, എന്താ റീസൺ, എന്താ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് ഒരു പുഴയുടെ കരയിലൂടെയാണ്. അപ്പൊ ഈ പുഴയിലാണെങ്കിൽ തലേ ദിവസത്തെ കനത്ത മഴയിൽ ഒരു മരം മറിഞ്ഞു വീണിട്ടുണ്ട്, വലിയൊരു മരം മറിഞ്ഞ് പുഴയിൽ വീണിട്ടുണ്ട്. ഈ പുഴയിലൂടെ എന്ത് ചെയ്യണം, ഈ വലിയ മരം ഇങ്ങനെ ഒഴുകി പോവാണ്. ഇദ്ദേഹം പുഴയുടെ സൈഡിലൂടെ നടന്നു പോവാണ്. ഇദ്ദേഹത്തിന് അടുക്കൽ എന്ത് ചെയ്യണം, ഈ മരം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മരം തനിയെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചേഞ്ചായി പല കഷ്ണങ്ങളായി, പല എന്താ പറയാ പലകകളായി, എന്നിട്ട് അത് തനിയെ ഒട്ടിച്ചേർന്നു, കൂടിച്ചേർന്നു, എന്നിട്ട് അത് തനിയെ ഒരു കപ്പലായി തീർന്നു എന്ന് അദ്ദേഹം പറയാം. അപ്പൊ ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞതും ഇവരൊക്കെ കൂടി ചിരിക്കാം. അള്ളാഹു ഇല്ല എന്ന് നിഷേധിച്ച ആളുകൾ അവരെല്ലാവരും കളിയാക്കി ചിരിക്കാം. താങ്കളുടെ ബുദ്ധിക്ക് എന്താ പറ്റിയ, താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചോ, താങ്കൾക്ക് തീരെ കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം തിരിച്ചു ചോദിച്ചെന്താണെന്നറിയോ, വെറും ഒരു മരം, വെറും ഒരു മരത്തിനെ തനിയെ കപ്പലായി തീർന്നു എന്ന് പറയുന്നത് ഇത്രമാത്രം ബുദ്ധിശൂന്യതയാണെങ്കിൽ, ചിരിക്കാനുള്ള കാര്യമാണെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ തനിയെ ഉണ്ടായി എന്ന് പറയുന്ന നിങ്ങളുടെ വർത്തമാനം, ആ വാദം എത്രമാത്രം വലിയ ബുദ്ധിശൂന്യതയാണ് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കാം. അപ്പൊ അതിനേക്കാളും വലിയ വിവരക്കേട് വേറല്ല, അതിനേക്കാളും വലിയ ബുദ്ധിശൂന്യത വേറില്ല, അതിനേക്കാളും വലിയ ലോജിക്ക് ഇല്ലായ്മ വേറില്ല.
അപ്പോൾ നമുക്ക് മുന്നിലുള്ള റബ്ബിന്റെ ഓരോ സൃഷ്ടിപ്പുകളും, ഓരോ കാര്യങ്ങളും അല്ലെ, എത്രത്തോളം ഫിംഗർ പ്രിന്റ് പോലും മനുഷ്യ ശരീരത്തിലെ ഓരോരോ അല്ലെ, അള്ളാഹ് ഖുർആൻ വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല, അള്ളാഹ് ചോദിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം വേറെ എവിടെയും നമ്മൾ നോക്കണ്ട, ആകാശങ്ങളിൽ നക്ഷത്രങ്ങളോ മറ്റ് ഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഭൂമിക്കകത്തുള്ളതോ സമുദ്രങ്ങളിലുള്ള ഇതൊന്നും നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കഴിവുള്ളവനാണ്, എത്രമാത്രം അറിവുള്ളവനാണ്, എത്രമാത്രം ഹിക്മത്തുള്ളവനാണ് നമ്മുടെ റബ്ബ്. അവൻ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഓരോ മനുഷ്യ ശരീരത്തെയും സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിനെയും, അത് ഓരോ കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ ബ്രെയിന്, ഈ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിന്റെ കപ്പാസിറ്റി അല്ലെ, ബ്രെയിൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു തലയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് ബ്രെയിൻ. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി ഉണ്ടല്ലോ, അത്രയും മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ടെക്നോളജി ഉണ്ടല്ലേ, ടെറാബൈറ്റ് പോലും ചെറിയ പെൻഡ്രൈവുകൾ പോലും കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്നത്തെ ഈ ടെക്നോളജിയുള്ള കാലഘട്ടത്തിൽ പോലും ഈ ബ്രെയിനിൽ ഉൾക്കൊള്ളുന്ന കപ്പാസിറ്റി, അത്രയും മെമ്മറി സ്റ്റോർ ചെയ്യണമെങ്കിൽ വലിയൊരു റൂം വേണം. ഇന്നത്തെ ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ പോലും ഈ ബ്രെയിനിൽ ഉൾക്കൊള്ളുന്ന അത്രയും കപ്പാസിറ്റി മെമ്മറി സ്റ്റോർ ചെയ്യണമെങ്കിൽ വലിയൊരു റൂം വേണം. പക്ഷെ നമ്മൾ ചെറിയൊരു ചിപ്പിൽ ടെറാബൈറ്റ് ഉൾക്കൊള്ളുമെങ്കിൽ വലിയൊരു റൂം ആക്കിയാൽ എത്രത്തോളം സ്റ്റോറേജ് ഉണ്ടാവും? അത്രയും സ്റ്റോറേജ് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചെറിയൊരു വലിപ്പത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോന്നും, കണ്ണാണെങ്കിൽ കണ്ണിന്റെ പിക്സലുകളൊക്കെ, ഇന്നൊക്കെ ക്യാമറകളുടെ കാലഘട്ടമാണല്ലോ, കണ്ണിന്റെ പിക്സൽ എത്രയാണ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ ഒരു ലെവലിലേക്ക് ഇനിയുള്ള ക്യാമറകൾക്ക് എത്താൻ എത്ര കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഓരോന്നും, ഓരോ കാര്യങ്ങളും അത്രയും കൃത്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ റബ്ബിന്റെ ഓരോ സൃഷ്ടിജാലങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും ധാരാളം തെളിവുകളുണ്ട് അല്ലെ. സൂറത്തുൽ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഗാഷിയ. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന്. വൈല സമായി കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിട്ടുള്ളതെന്ന്. വൈലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ല അതെങ്ങനെയാണ് തറച്ചു വെക്കപ്പെട്ടിട്ടുള്ളതെന്ന്. വൈലൽ അർളി കൈഫ സുത്തിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളതെന്ന്. ഇത് ഓരോ റബ്ബ് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം നോക്കാൻ. കാരണം ഇതിൽ ഓരോന്നിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒട്ടകത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്കുക, അതിന്റെ ഓരോ ശരീരത്തിന്റെ ഘടനകൾ പഠിച്ചു നോക്കുക. ഓരോ ഘടനകളും നമ്മൾ അത്ഭുതപ്പെടുത്തും. ഓരോ കാര്യങ്ങളും അതിന്റെ ഓരോ പ്രത്യേകതകളും നമ്മൾ വളരെ അത്ഭുതപ്പെടുത്തും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഓരോരോ സൃഷ്ടിപ്പുകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ വെളിവാക്കുന്ന എത്രയോ അടയാളങ്ങളുണ്ട്. ഇതൊക്കെ കാണുന്ന കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു ഇല്ല എന്ന് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. അത്രയും ബുദ്ധിശൂന്യരായിട്ടുള്ള, അത്രയും വിവരമില്ലാത്ത ആളുകൾക്കല്ലാതെ അതൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റബ്ബിനെ പറ്റി പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, ചുരുക്കാണ്. നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് അടിസ്ഥാനങ്ങളിലെ രണ്ടാമത്തെ അടിസ്ഥാനം നമ്മുടെ ദീനിനെ സംബന്ധിച്ച് അല്ലെ, ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന രണ്ടാമത്തെ ചോദ്യം മാ ദീനുക്ക്, നിന്റെ ദീൻ എന്താണെന്നുള്ള. നമ്മുടെ ദീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇസ്ലാം എന്നാണ് നമ്മുടെ ദീനിന്റെ പേര്. നമ്മൾ ശ്രദ്ധിക്കണം, പലരും ഇസ്ലാം എന്നതിനെ പരിചയപ്പെടുത്താറില്ലേ, സമാധാനമാണ് ഇസ്ലാം, ശാന്തിയാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ആളുകളും പല രീതിയിൽ പരിചയപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ശരിക്കും ഇസ്ലാം? അള്ളാഹു ഖുർആനിൽ ഇസ്ലാം എന്നത് ഏത് രൂപത്തിലാണ് വിശദീകരിക്കുന്നത്? അത് മനസ്സിലാകുന്ന ഒറ്റൊരു, നമുക്കൊക്കെ അറിയുന്ന ഒരു ചരിത്രം നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ചരിത്രം, നമുക്കൊക്കെ പരിചയമുള്ള അറിയപ്പെട്ടൊരു ചരിത്രമാണ്. എന്താണ് ചരിത്രം?
ഇബ്രാഹിം അലൈഹി ഇസ്ലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമയെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന സംഭവം നമുക്കൊക്കെ അറിയുന്ന സംഭവം. ആ സംഭവത്തിൽ ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അതിലെ വിഷയം മാത്രം പറയാണ്. അതിൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഇത് റബ്ബിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി ഉപ്പയുടെ മുന്നിൽ വെട്ടാൻ വേണ്ടി കഴുത്ത് ഇങ്ങനെ നീട്ടി വെച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെ ഇത് റബ്ബ് കൽപ്പിച്ച കൽപ്പനയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം മകനെ വെട്ടാൻ വേണ്ടി ആ മൂർച്ചയുള്ള ആയുധം മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുകയാണ്. ആ സന്ദർഭത്തിനെ പറ്റി അള്ളാഹ് പറയണ ഫലമ്മ അസ്ലമ, അവര് രണ്ടുപേരും മുസ്ലിമീങ്ങളായപ്പോൾ, അവർ രണ്ടുപേരും ഇസ്ലാം ചെയ്തപ്പോൾ എന്നുള്ള പറയാം. എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ റബ്ബിന്റെ കൽപ്പനകൾക്ക് നമ്മൾ കീഴൊതുങ്ങലാണ്. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് നമ്മുടെ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കലാണ്. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് റബ്ബിന്റെ ആഗ്രഹങ്ങൾ, റബ്ബിന്റെ ഇഷ്ടങ്ങൾ, റബ്ബിന്റെ കൽപ്പനകൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്ന അതാണ് ഇസ്ലാം. അള്ളാഹുവിന് കീഴൊതുങ്ങുക. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മൾക്ക് ഇതൊക്കെ, നമുക്ക് ജീവൻ നൽകിയ, വായു നൽകിയ, വെള്ളം നൽകിയ, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയ ആ റബ്ബിന്, ആ സൃഷ്ടാവിന്, അവന് നമ്മൾ കീഴൊതുങ്ങാം. നമ്മുടെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കാം, നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുക. റബ്ബ് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് അത് നടപ്പിലാക്കുക. ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ നമ്മൾ ഈ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാം അല്ലാത്തൊരു ദീൻ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദീൻ അള്ളാഹു അയാൾ സ്വീകരിക്കൂല. അള്ളാഹു ഖുർആൻ പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ ദീനാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല, ഒരിക്കലും സ്വീകരിക്കപ്പെടൂല. ശ്രദ്ധിക്കണം. ഇസ്ലാം ദീനല്ലാത്തൊരു ദീൻ, അതിനനുസരിച്ച് ഒരാൾ കുറെ കഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് ലിബറലിസം ഒക്കെ വളരെയധികം വ്യാപകമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മുസ്ലിം നാമധാരികൾ പോലും പറയുന്നത് അങ്ങനെയാണ്. ഏത് ദീനാണെങ്കിൽ എന്താ കുഴപ്പം? ആൾക്കാർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ നല്ല പുണ്യപ്രവർത്തികൾ ചെയ്ത് ചാരിറ്റി ഒക്കെ ചെയ്ത് നന്നായി ജീവിച്ചാൽ മതി, എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തും. അല്ലെ? ഓരോ മതങ്ങൾ എന്ന് പറയുന്നത് കുറെ പുഴകൾ പോലെ, എല്ലാം ഒരു കടലിലേക്ക് എത്തുന്നത് പോലെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് വ്യാപകമായി മുസ്ലിം നാമധാരികൾക്കിടയിൽ പോലും ഉണ്ട്. മുസ്ലിം നാമധാരികൾക്കിടയിൽ പോലും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുഖ്യധാരാ സിനിമകളിലൂടെയും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഒരു അജണ്ട ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരു വ്യക്തി അവൻ എന്നെ പറ്റി കേൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹത്തെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഒരാൾ കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് അയക്കപ്പെട്ടുവോ അതിൽ വിശ്വസിക്കാതെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നരകക്കാരനല്ലാതെ ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അല്ലെ? സിമ്പിൾ അതിനെ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോ അവസാന കാലത്ത് കടന്നു വരുന്ന ആളാണ് ആര്? നമുക്കൊക്കെ അറിയാം, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇന്നത്തെ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ജീസസ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അതേ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അദ്ദേഹം ജീവനോടെ തിരിച്ചു വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്, ഹദീസുകളിലൂടെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഇഞ്ചിയിൽ കിട്ടിയ അതേ റസൂലാണ്, ബനു ഇസ്രായേലുകാരിലേക്ക് അയക്കപ്പെട്ട അതേ റസൂൽ അലൈഹിസ്സലാം. അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിക്കുക ഇഞ്ചിയിലനുസരിച്ചിട്ടല്ല. അദ്ദേഹം ബനു ഇസ്രായേലുകാരോട് അന്ന് കൽപ്പിച്ച ആ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം ഇനി വന്നു കഴിഞ്ഞാൽ ജീവിക്കാം. അദ്ദേഹം ഖുർആൻ അനുസരിച്ചിട്ടാ ജീവിക്കാം, മുസ്ലിം ആയിട്ടാ ജീവിക്കാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുക. ബുഖാരിൽ ഒരു സംഭവം ഉണ്ട്, അത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാമിക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, ആ തൗറാത്തിന്റെ ചില ഏടുകൾ, ചില ഭാഗങ്ങൾ അല്ലെ, അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയോ ഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുള്ള കലർപ്പില്ലാത്ത ഭാഗങ്ങൾ കിട്ടി എന്ന് പ്രതീക്ഷിച്ച് വിചാരിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ്, അത് നമുക്കറിയാലോ, സഹാബിമാരിൽപ്പെട്ട ശ്രേഷ്ഠനായ സഹാബിയാണ്, രണ്ടാമത്തെ ഖലീഫ. അദ്ദേഹം എന്ത് ചെയ്യാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടി വരികയാണ് സന്തോഷത്തോടെ. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന, വിചാരിക്കുന്ന എന്താ, ഇത് അള്ളാഹുന്റെ റസൂലുമാരിൽപ്പെട്ട ഒരു റസൂലായ മൂസാ നബി, ആ നബിക്ക് കിട്ടിയ ഒരു കിതാബാണിത്, ഖുറാനെ പോലെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു കിതാബാണ്. അപ്പൊ ആ കിതാബിൽ നിന്നൊരു ഭാഗം എനിക്ക് കലർപ്പില്ലാത്ത ഒറിജിനൽ വേർഷൻ കിട്ടി, ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടും, എന്നെ പ്രശംസിക്കും എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് ഈ തൗറാത്തിന്റെ ഏടുമായിട്ട് കടന്നു വരികയാണ്. ഇങ്ങനെ കടന്നു വന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് അത് വായിക്കാൻ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാക്ഷൻ എന്തായിരുന്നു? സന്തോഷിച്ചില്ല എന്ന് മാത്രമല്ല, ദേഷ്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവക്കുകയാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ദേഷ്യത്തിന്റെ കാഠിന്യം കാരണത്താൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വായന നിർത്തി, അവസാനിപ്പിച്ചു, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ, ഉപദേശങ്ങൾ ഉമർ ബിൻ ഖത്താബിന് പറയുന്നത്, ചുരുക്കം അവസാനം പറയുന്നത്, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ശ്രദ്ധിക്കണം, ലിബറൽ മെന്റാലിറ്റി കൊണ്ട് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നബി പറയുന്ന വാക്ക് ലൗ കാന മൂസ ഹയ്യൻ, ഇന്ന് മൂസ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, മൂസ അലൈഹിസ്സലാം അള്ളാഹുന്റെ കലീമായ, അള്ളാഹു നേരിട്ട് സംസാരിച്ച തൗറാത്ത് കിട്ടിയ അതേ റസൂൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ പിൻപറ്റാതെ അദ്ദേഹത്തിന് വേറൊരു നിവൃത്തിയും ഉണ്ടാകുമായിരുന്നില്ല. എന്നുവെച്ചാൽ മൂസാ നബി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണല്ലോ ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നത്, പിൻപറ്റുന്നത്. അതുകൊണ്ട് വേറൊരു വഴിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, മൂസാ നബിക്കും ഈസാ നബിക്കും അലൈഹിമസ്സലാം അവർക്ക് ഒഴിവില്ലെങ്കിൽ പിന്നെ ആർക്കാ ഒഴിവുണ്ടാവുക? പിന്നെ ആർക്കെങ്കിലും ഒഴിവുണ്ടാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അല്ലെ, അത്ഭുതകരം എന്ന് പറയട്ടെ, ഇത് പറയും നമുക്ക് വളരെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണെന്ത്, മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾ വിചാരിക്കുന്നത് അവരുടെ ഷെയ്ഖന്മാർക്ക്, അവരുടെ തങ്ങന്മാർക്ക്, ചില അവർ വലിയകളാണെന്ന് പറയുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം നാമധാരികളുണ്ട്. സുബ്ഹാനല്ലാഹ്. മൂസാ നബിക്കും ഈസാ നബിക്കും ഒഴിവില്ലെങ്കിൽ പിന്നെ എന്ത് വലി, ഏത് വലി അവർക്ക് അങ്ങനെ ഒഴിവുണ്ടാവുക? അപ്പൊ ഈ ദീനിനെ പിൻപറ്റുക എന്നതല്ലാതെ നമുക്ക് ഇന്നത്തെ കാലം നബി സല്ലല്ലാഹു അലൈഹി, നമുക്ക് ശരിയാണ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബിനെ പിൻപറ്റിയാൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും, ഈസാ നബിന്റെ കാലഘട്ടത്തിൽ ഈസാ നബിനെ പിൻപറ്റിയാൽ സ്വർഗത്തിലേക്ക്, ഇത് യാതൊരു ഡൗട്ടും ഇല്ലാത്ത വിഷയം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ടതിന് ശേഷം, ഖുർആൻ ഇറക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു ശരീഅത്തിനെ പിൻപറ്റിയാലല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്താലല്ലാതെ, ഖുർആൻ പിൻപറ്റിയാലല്ലാതെ ഒരാൾക്കും ഒരു എക്സെപ്ഷണൽ കേസും ഇല്ല, ഒരാൾക്കും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂല. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുമായിരുന്നെങ്കിൽ
ഈസാ നബി എത്തിയേന്. ആ ഈസാ നബിക്ക് പോലും അതിൽ നിന്ന് ഒഴിവില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ദീൻ എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും ഇനി ലോകം അവസാനിക്കുന്നത് വരേക്കും ആരൊക്കെ ജനിക്കുമോ അവർക്കൊക്കെയും, ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് ഗോത്രക്കാരനും വർണ്ണവും ഇതൊന്നും അത് വിഷയമേ അല്ല. മുസ്ലിം ദീനിൽ ഇസ്ലാമിലാണ് വേർതിരിവൊന്നുമില്ല. അറബികൾ അനറബികൾ, കറുത്തവൻ വെളുത്തവൻ, പണക്കാരൻ പണി, ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്ക് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, റബ്ബിന്റെ അടുക്കുള്ള വേർതിരിവ് തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ നിലയ്ക്കും എല്ലാവരും സെയിമാണ്. എല്ലാവർക്കും ഇത് പാലിക്കൽ നിർബന്ധമാണ്. അതല്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ മറ്റൊരു മാർഗവും ഇന്നില്ല. ഇത് നമ്മൾ ദീനിനെ പറ്റി പറയുമ്പോൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ചോദ്യം, മൻ നബിയുക, നിന്റെ നബി ആരാ? നമ്മുടെ നബി ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അറബികളിൽപ്പെട്ട വ്യക്തിയാണ്. അറബികളിൽ തന്നെ നമുക്കറിയാം, അറബികൾ ഒരുപാട് ഗോത്രങ്ങളായിട്ടാണ് ജീവിക്കാറ്. ഗോത്ര സമ്പ്രദായം അത് ഇന്നത്തെ കാലത്ത് കുറവാണ്. ആ സമ്പ്രദായത്തിലെ അറബികളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗോത്രമാണ് ഖുറൈശ് ഗോത്രം. ഈ ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഫാമിലികൾ ഉണ്ടാവും. ഒരു ഫാമിലിയിൽ കുറെ വീടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ ഈ ഖുറൈശ് ഗോത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഹാഷിം കുടുംബമാണ്. ഈ ഹാഷിം കുടുംബത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. മക്കയിൽ നമുക്കറിയാം, ആനക്കലഹം എന്ന് പറയുന്ന കാബ പൊളിക്കാൻ അബ്രഹത്തും സംഘവും യമനിൽ നിന്ന് കാബയെ ലക്ഷ്യമാക്കി മക്കയിലേക്ക് വന്ന ആ വർഷം അള്ളാഹു പക്ഷികളെ അയച്ച് നശിപ്പിച്ചു കളഞ്ഞ ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ആ സംഭവം നടന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിൽ പിന്നെയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ ഒരുപാട് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, കാരണം അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല, സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പടപ്പുകളിൽ, സൃഷ്ടികളിൽ എന്തെല്ലാം നല്ല ക്വാളിറ്റികൾ ഉണ്ടാകാമോ ആ ക്വാളിറ്റികളൊക്കെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പീക്കായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് നല്ല ക്വാളിറ്റി നിങ്ങൾ എടുത്താലും, എന്തൊക്കെ വിഷയത്തിൽ, ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നിങ്ങൾ നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ സാധിക്കും. ഏത് നിലയ്ക്കും. അല്ലാഹു ഖുർആൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ, മാതൃകയുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത്, റോൾ മോഡൽ ആണെന്നല്ല പറഞ്ഞത്. ഉസ്വത്തുൻ ഹസന, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോൾ മോഡലാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോൾ മോഡലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉമ്മത്തിനോട് റഹ്മത്തുള്ള മറ്റൊരാളുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലേക്ക് എത്തരുത് എന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന വേറൊരാളുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാളുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, മക്കക്കാർക്കിടയിൽ എല്ലാ ആദരവുകളും ലഭിച്ചിരുന്ന, ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന, നല്ലൊരു, എല്ലാവർക്കും പേഴ്സണലായി നല്ല അഭിപ്രായം മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്തിനാണ് സ്വന്തം വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരെയും വെറുപ്പ് പിടിച്ചു പറ്റുന്ന അത്രയും വലിയ റിസ്ക് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആർക്കും ഒരു ന്യൂനതയും ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരാലും തെറി വിളിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ആരോപിക്കപ്പെടുകയും ശാരീരികമായി ഉപദ്രവിക്കപ്പെടുകയും കൊല്ലാൻ വരെ നോക്കിയില്ലേ? എന്തിനാണ് ആ ഒരു റിസ്ക് എടുത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ?
സ്വന്തം വീട്ടുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതും സ്വന്തം കുടുംബക്കാർക്കെതിരെ പട നയിക്കുന്നതും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ രാജ്യം വെട്ടിപ്പിടിക്കാനാണെന്നോ, സമ്പത്ത് കരസ്ഥമാക്കാനാണെന്നോ? ഒരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും 3 ദിവസം തുടർച്ചയായി വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. 3 ദിവസം തുടർച്ചയായി വയറ് നിറച്ചിട്ട് കഴിച്ചിട്ടില്ല. അടുപ്പ് പുകയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ഭാര്യമാരുണ്ട്. അതിൽ അവർ മരിക്കുന്ന സമയത്ത് 9 പേരാ. ഈ 9 വീടുകളിൽ പോലും തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം അടുപ്പ് പുകഞ്ഞിട്ടില്ല. രാജ്യം വെട്ടിപ്പിടിക്കാനല്ല, സമ്പത്ത് കൈക്കലാക്കാനല്ല, മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ രക്തക്കൊതി കൊണ്ടോ. അല്ലെ, ചിലർ പറയും സ്ത്രീകൾ സ്ത്രീലമ്പടനാണെന്നൊക്കെ പറയും. സ്ത്രീകളെ അങ്ങനെ പിടിച്ചടക്കാനായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിരലിനൊടിച്ചാൽ മദീനത്ത് എത്ര എത്ര ആളുകളുണ്ടെന്ന് അറിയോ? സ്വന്തം മക്കളെ, പെങ്ങന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായി കാണാൻ ആഗ്രഹിച്ചിരുന്ന എത്ര എത്ര ആയിരക്കണക്കിന് ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ 9 അല്ല, അതിന്റെ എത്രയോ 10 മടങ്ങ് ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിശ്ചയിക്കാമായിരുന്നു. അല്ലെ, ഭാര്യമാരിൽ കന്യകയായി മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ വിധവകളാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്, ഇത്രയും എഫേർട്ട് എടുക്കുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ദീൻ എങ്ങനെ എത്തിക്കണം എന്നുള്ള ടെൻഷൻ കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തരിലേക്കും എങ്ങനെ ഈ ദീനുൽ ഇസ്ലാം എത്തിക്കണം, എങ്ങനെ ഈ തൗഹീദിന്റെ വെളിച്ചം എത്തിക്കണം, എങ്ങനെ ഈ സുന്നത്ത് എന്ന സ്വഹാബത്തിന്റെ ആദർശം എത്തിക്കണം എന്ന ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ റിസ്ക് ഒക്കെ എടുത്തത്, ഈ പ്രയാസമൊക്കെ സഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സുജൂദിലും നമ്മുടെ ഈ ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഉമ്മത്തിന് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അറിയാതെ പറ്റിപ്പോയതും പരസ്യമായി ചെയ്ത രഹസ്യം ഇതൊക്കെ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ നമ്മളെ പറ്റി ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. ഒക്കെ പോട്ടെ, ഖിയാമത്ത് നാളിൽ എല്ലാ നബിമാരും നഫ്സി നഫ്സി സ്വന്തം കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ പെർമിഷൻ കിട്ടുമ്പോ ആദ്യം പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്ന വിഷയമാണ്. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെക്കാളും റഹ്മത്തുള്ള ഒരാളെയും നമുക്ക് ഈ മനുഷ്യ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പടപ്പുകളിൽ വേറൊരാളെയും കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും ഭാര്യ മക്കളെക്കാളും എല്ലാവരെക്കാളും നമ്മൾ ഇഷ്ടപ്പെടാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇഷ്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ച രൂപത്തിലാണ്. ഇന്ന് ചില ആളുകൾ റസൂലിനോട് ഇഷ്ടമാണ്, ഹുബ്ബുർ റസൂൽ, ഇഷ്ഖുർ റസൂൽ, ആഷിഖുർ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെ ആ റസൂൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? റസൂൽ ഇഷ്ടപ്പെടുമോ? അല്ലെ, അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ചില ആളുകൾ ഖിയാമത്ത് നാളിൽ കടന്നു വരും. അവർ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ. നിസ്കാരത്തിൽ വുദു എടുക്കുമ്പോൾ മുഖങ്ങൾ പ്രകാശിക്കും. ഈ ഉമ്മത്തിലെ ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഈ വുദുവിന്റെ പ്രകാശങ്ങൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവും, ഇത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. അവരിങ്ങനെ ഹൗദുൽ കൗസറിലേക്ക് ഖിയാമത്ത് നാൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കെ മലക്കുകൾ ഇവരെ തടഞ്ഞിട്ട് എന്ത് ചെയ്യും? നരകത്തിന്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താണ്, അവരെങ്ങോട്ട് കടത്തിവിടണം. അപ്പൊ മലക്കുകൾ പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, റസൂലേ, താങ്കളുടെ കാലഘട്ട ശേഷം ഇവരെന്തൊക്കെയാണ് പുതിയതായി എക്സ്ട്രാ ദീനിൽ കടത്തിക്കൊണ്ടുവന്ന വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും എന്ന് താങ്കൾക്ക് അറിയില്ല റസൂലെ എന്ന് മലക്കുകൾ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളുടെ മുഖത്തു നോക്കി പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീനി, എന്റെ ദീനിനെ മാറ്റം വരുത്തിയ ആളുകൾ അവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആട്ടിയകറ്റും. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് നമുക്ക് തോന്നിയതുപോലല്ല.
നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം, അങ്ങനെ സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക, അങ്ങനെ സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച വര എവിടെയാണോ ആ വരന്റെ അപ്പുറത്ത് കടക്കാതിരിക്കുക, അങ്ങനെ സ്നേഹിക്കേണ്ടത്. അല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കലേക്ക് 3 ചെറുപ്പക്കാർ കടന്നു വരും. 3 പേരും പുതുതായി ഇസ്ലാം സ്വീകരിച്ച, അധികം ദീനെ പറ്റി അധികം പഠിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളെ പറ്റി അന്വേഷിക്കാനാണ് വരുന്നത്. പക്ഷെ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നില്ല, എന്തോ തിരക്ക് കാരണം പുറത്തെവിടെ പോയിരിക്കുകയാണ്. അപ്പൊ വീട്ടിലുള്ള ഭാര്യമാരോട് മറക്കപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യും, ഇവർ അന്വേഷിക്കും എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് ചെയ്യാറുള്ള ഇബാദത്തുകൾ. അപ്പോൾ ഭാര്യമാർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നും. അപ്പൊ അവര് ചിന്തിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, മുമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതൊക്കെ പുറത്തു കൊടുക്കപ്പെട്ട മഹത് വ്യക്തിത്വമല്ലേ, അതുകൊണ്ട് റസൂലിന് അത്ര മതിയാകും, അള്ളാഹുന്റെ റസൂലല്ലേ, അത്രയൊക്കെ ചെയ്താൽ മതിയാകും. പക്ഷെ നമ്മൾ അങ്ങനല്ലല്ലോ, നമ്മൾ സാധാരണ ആളുകളല്ലേ എന്ന് അവർ നല്ല നിയത്തേ ഉള്ളൂ, തെറ്റായിട്ടൊന്നും അവർ വിചാരിച്ചിട്ടില്ല. അവരങ്ങനെ വിചാരിച്ചിട്ട് അവരെന്ത് പറയാം, ഒരാൾ പറയാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ നിസ്കരിക്കും. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി ഒരു പകലും ഭക്ഷണം കഴിക്കൂല, എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും കല്യാണമേ കഴിക്കൂല, എന്റെ ജീവിതം മുഴുവൻ ഇബാദത്തിനായി ഞാൻ ഒഴിഞ്ഞു വെക്കും. ഇത് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിവരം അറിഞ്ഞപ്പോ അവരെ ആളയച്ച് തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിച്ചിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോ, ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യും, രാത്രി നിസ്കരിക്കുകയും ചെയ്യും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യാറുണ്ട്, നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പകല് ചില ദിവസങ്ങൾ നോമ്പെടുക്കും, ചില ദിവസങ്ങൾ നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പറയാണ്, മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ സുന്നത്ത്, എന്റെ ചര്യകൾ പോരാ, എത്ര പോരാ, കുറച്ച് മാല മൗലീദുകൾ, കുറച്ച് സ്വലാത്തുകൾ, കുറച്ച് റാത്തീബുകൾ, കുറച്ച് അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഇനിയും വേണം. അങ്ങനെ ഒരാൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ നമ്മിൽപ്പെട്ടവനല്ല. എന്നുവെച്ചാൽ അവൻ മുസ്ലിം അല്ല എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. അവൻ ഈ നേരത്തെ പറഞ്ഞു ഖിയാമത്ത് നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിവിടുന്ന, നരകത്തിൽ കടന്നു മാത്രം സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടും. വളരെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ആവേശത്തിന് പുറത്ത് എടുത്തു ചാടി ചെയ്യേണ്ടതല്ല. എങ്ങനെയാണോ സ്വഹാബത്തെ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിക്കുക, അതാണ് ഇതിന്റെ ചുരുക്കം. സ്വഹാബത്തെ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ സ്നേഹിക്കുന്നത്, അത് മാത്രമാണ് സ്നേഹം. ബാക്കിയൊക്കെ സ്നേഹമല്ല, അതൊക്കെ വെറുതെ കപട സ്നേഹങ്ങളാണ്, കള്ളവാദങ്ങളാണ്, മിഥ്യാധാരണകൾ മാത്രമാണ്. ശരിക്കുള്ള സ്നേഹം, അത് സ്വഹാബത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് അതാണ് ശരിക്കുള്ള സ്നേഹം. അങ്ങനെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നാളെ ഉൾപ്പെടാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിൽ നമുക്ക് തടയപ്പെടാതിരിക്കാൻ സാധിക്കും. നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരും ആ രൂപത്തിൽ ആയിത്തീരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തെ അതിനനുസരിച്ചുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.